ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു വൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ദിവസമൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട, നമുക്ക് ആകെ 3 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു അടിപൊളി വൈൻ റെഡിയായി കിട്ടും. അപ്പോൾ ഈ വൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വൈനിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇത് ഇവിടെ റെഡിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രേപ്പ് വൈൻ്റെ വീഡിയോ ആണ്. 21 ദിവസം വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു വൈൻ്റെ റെസിപ്പിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം, കാണണം എന്നുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വൈനിന് പോലെ 21 ദിവസമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വെറും 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ വൈന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് 1 കിലോ പൈനാപ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൈനാപ്പിൾ എടുത്തത് 1.25 കിലോ ആണ്. അതിൻ്റെ ആ ഒരു തോടൊക്കെ ചെത്തി നല്ല ക്ലിയർ ആക്കി എടുത്ത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തത് 1 കിലോ ആണ്. പിന്നെ എടുത്തിട്ടുള്ളത് 1 കിലോ പഞ്ചസാരയാണ്. എത്ര പൈനാപ്പിളാണോ എടുത്തിട്ടുള്ളത് അതേ സെയിം ക്വാണ്ടിറ്റിയിൽ പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ പൈനാപ്പിൾ മധുരം കൂടുതലാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. അതുപോലെ പൈനാപ്പിളിൻ്റെ മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ടും എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. അപ്പോൾ ഈസ്റ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വൈൻ ചെയ്യുമ്പോഴത്തേന്. പിന്നെ എടുത്തിട്ടുള്ളത് നോർമൽ വാട്ടറാണ്. അതൊരു 3 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള 6 ഏലക്ക, പിന്നെ ഒരു 3 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 6 ഗ്രാമ്പും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൈസസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലർക്ക് സ്പൈസസ് യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കാവുന്നതാണ്. എങ്കിലും വൈൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു ചെറിയൊരു സ്പൈസസിൻ്റെ ടേസ്റ്റ് കൂടെ വരുന്നതാണ് കറക്റ്റ് ആ ഒരു നമുക്ക് വൈൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ആ പൈനാപ്പിൾ ഒന്ന് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. ഇനി നമുക്ക് ഈ വൈനെ ഒന്ന് ഇളക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തടിത്തവിയാണ്. മാക്സിമം വൈനൊക്കെ ചെയ്യുമ്പോഴത്തേനും തടിത്തവി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഫുള്ളായിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ആ തടിത്തവി യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത്യാവശ്യം നല്ലതുപോലെ ഇത് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വൈനിടാനായിട്ട് എടുക്കുന്ന എല്ലാ പാത്രങ്ങളും, ഈവൻ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന കത്തി ആയാലും കട്ടിംഗ് ബോർഡ് ആയാലും എല്ലാം തന്നെ നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വൈനൊക്കെ ഇട്ട് വെക്കുന്ന ഭരണി അല്ലെങ്കിൽ ചില്ലു കുപ്പികളൊക്കെ നമ്മൾ അത് വൈനിടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വേറെ അച്ചാറോ ഐറ്റംസോ ഒന്നും തന്നെ അതിലേക്ക് ഇടാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ സ്പൈസസ് ഒന്ന് ചതച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു പരുവം ആകുമ്പോഴത്തേനാണ് നമ്മളിത് തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് നല്ലതുപോലെ തണുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നത്. ആദ്യമേ ചൂടോടുകൂടി ഈസ്റ്റ് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഈസ്റ്റൊക്കെ എടുക്കുമ്പോഴത്തേന് നല്ല ഈസ്റ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈസ്റ്റ് ഇപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ അലിയിച്ചതിന് ശേഷം അതിലേക്ക് ഈസ്റ്റ് ഇട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതിയാവും. അപ്പോൾ നല്ല ഈസ്റ്റ് ആണെങ്കിൽ അത് പതഞ്ഞ് നല്ലതുപോലെ പൊങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ലൗഡി ആയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നല്ല ഈസ്റ്റ് ആണെങ്കിൽ പതഞ്ഞ് പൊങ്ങി വന്നാൽ അത് നല്ല ഈസ്റ്റാണ്. അല്ല അതിൽ വേറെ റിയാക്ഷനൊന്നും നടന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഈസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മാക്സിമം നല്ല ഈസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് വേണം വൈന് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേ ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനിയും നമ്മളൊരു 10-15 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് വെച്ചേക്കുക. കാരണം ആ ഒരു വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിളച്ച് നല്ല വറ്റിയതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കുക. നല്ലതുപോലെ തണുക്കണം. കുറച്ച് നേരമല്ല, ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ച് നല്ലതായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇതേ നോക്കി, ഇത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതേ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നല്ലതുപോലെ ഒന്ന് അതേ ഇങ്ങനെ പകുതിക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന്
തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 3-4 മണിക്കൂർ കഴിഞ്ഞു. വെള്ളം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 1 കിലോ പൈനാപ്പിളിന് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഈസ്റ്റ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു തടിത്തവി യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ ഭരണിയിലോ നമ്മൾ വൈൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ഏത് പാത്രത്തിലാണോ അതിലേക്ക് ഒഴിച്ചു വെക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഭരണി ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബോട്ടിൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും സ്റ്റീലോ അലുമിനിയോ അങ്ങനത്തെ ഒരു പാത്രങ്ങളും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഗ്രേപ്പ് വൈൻ ഇട്ടിട്ടുണ്ടായിരുന്ന അതേ സെയിം ഭരണിയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടുവെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. അതിനുശേഷം നല്ല ഉണങ്ങിയ ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് ഒന്നും കൂടിയിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പതിയെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വൈൻ ഇട്ട് വെക്കുമ്പോഴത്തേന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ആ ഒരു ബോട്ടിൽ നിറയാൻ പാടില്ല. അതിൻ്റെ 1/4 ഭാഗം വരെ മാത്രം നിൽക്കുന്ന തരത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് റിയാക്ഷൻ നടന്നിട്ട് പുറത്തേക്കൊക്കെ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഫുള്ളായിട്ട് നിറച്ചൊഴിക്കരുത്. ഇനി ഞാൻ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് സൈഡിലൊക്കെ ആയിട്ടുള്ളതിനെ നല്ലതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ഇപ്പോൾ സൈഡിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറുമ്പൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് തടിത്തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഭരണീരെ ജാറ് വെച്ചിട്ടൊന്ന് അടയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൻ്റെ നല്ല വൃത്തിയുള്ള ഒരു തുണി ഇട്ടിട്ട് കെട്ടി വെക്കുകയാണ്. ഒരു ചരട് യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് കെട്ടി വെക്കാം. കെട്ടി വെക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് വെക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒട്ടും ലൂസായിട്ടും കെട്ടരുത്. കുറച്ച് നേരം കിടക്കുന്ന പാകത്തിന് വേണം കെട്ടി വെക്കാനായിട്ട്. ഇനി നമ്മൾ ഇരുട്ട് ഉള്ള ഒരു റൂമിലേക്ക് മാറ്റാം. ഒട്ടും തന്നെ വെളിച്ചം തട്ടാതെ റൂമിലോ അല്ലെങ്കിൽ കട്ടിലിനടിയിലോ അങ്ങനത്തെ ഏതെങ്കിലും കബോർഡിനകത്തോ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഇളക്കിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിനൊന്ന് കെട്ട് അഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി അരിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റായിട്ട് തന്നെ. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞു. ഞാൻ 4ാമത്തെ ദിവസമാണ് ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ടൊക്കെ വൈന് ചെയ്യണം. 21 ദിവസമൊന്നും കാത്തിരുന്ന് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാത്തവർക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതേ കണ്ടോ, നമ്മുടെ വൈൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ആ ഒരു ഈസ്റ്റൊക്കെ ഇട്ടതിൻ്റെ റിയാക്ഷൻ നല്ലതുപോലെ നടന്നിട്ടുണ്ട്. അത് നല്ലതുപോലെ അതെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ നമുക്ക് അരിച്ചെടുക്കണം. അതിന് മുന്നേ ഈ തടിത്തവി യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, മിക്സ് ചെയ്യുമ്പോഴത്തേനും നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ വലിയ അരിപ്പുള്ള ഒരു ഇതിലേക്കാണ് അരിച്ചൊഴിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബൂന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഹോളുള്ള ആ ഒരു ഇതാണ്, എന്താ പറയുക, കണ്ണാപ്പയാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു തവണ ഇതിൽ അരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു തവണ കൂടിയിട്ട് ചെറിയ ഹോൾസുള്ള അരിപ്പിലൂടെ ഒന്നും കൂടിയിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ പൈനാപ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചടി ഉണ്ടാക്കാൻ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജാമൊക്കെ ചെയ്യാനായിട്ടും എടുക്കാവുന്നതാണ്. അപ്പം എന്തേ ഒരു തവണ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയിട്ട് ഞാൻ അരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏത് ബോട്ടിലാണോ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ബോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ചെറിയ അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് നിറച്ചും അരിച്ചെടുക്കാം. അങ്ങനെ നല്ല മണമാണ് കേട്ടോ ഈ പൈനാപ്പിൾ വൈനിന്. ശരിക്കും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈന് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വൈൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഇപ്പോഴും മടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്നെപ്പോലെ. അങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പൈനാപ്പിൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം തന്നെ നമ്മുടെ കിച്ചണിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ പറ്റുന്നവരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻസിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ മെറി ക്രിസ്മസ് അറിയിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.